നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് മത്സരങ്ങൾ തുടങ്ങുക ക്വാർട്ടർ ഫൈനൽ മുതൽ. വാവ്, അഞ്ചലോട്ടിയുടെ ഒരു മൈൻഡ് സെറ്റ് അതാണ് എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുവോലിൻ്റെ റിപ്പോർട്ട്, അതുപോലെ തന്നെ പൗലോ വിനീഷ്യസ് കൊയ്ലോ, അവിടുത്തെ വളരെ പ്രശസ്തനായിട്ടുള്ള ബ്രസീലിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഫുട്ബോൾ എക്സ്പേർട്ടാണ്, അദ്ദേഹമൊക്കെ പറയുന്നു ആഞ്ചലോട്ടിയുടെ ഒരു ലൈൻ, അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താരീതി, വേൾഡ് കപ്പ് ഫോർ ബ്രസീൽ ബിഗിൻസ് ഇൻ ദി ക്വാർട്ടർ ഫൈനൽസ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ബ്രസീൽ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് അനായാസം മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഗ്രൂപ്പിൽ 3 സ്ഥാനക്കാർ വരെ മുന്നോട്ട് പോകുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അവിടെ ഒരു ആശങ്കയില്ല. പിന്നെ റൗണ്ട് ഓഫ് 32 റൗണ്ട് ഓഫ് 16 ബ്രസീൽ കടന്നു കയറുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ ക്വാർട്ടർ ഫൈനൽ മുതലാണ് ടോപ്പ് ക്ലാസ് എതിരാളികൾക്കെതിരെ കളിക്കേണ്ടി വരിക എന്നുള്ള പ്രതീക്ഷയിലാണ് ആഞ്ചലോട്ടിയും സംഘവും ഉള്ളത്. അങ്ങനെയൊരു മൈൻഡ് സെറ്റിലാണ് ടീമിലെ എല്ലാവരോടും ആഞ്ചലോട്ടി സംസാരിക്കുന്നതും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്നാണ് റിപ്പോർട്ട്. ഇത് റയലിൽ ഇതുപോലെയായിരുന്നു ആഞ്ചലോട്ടി. നമുക്കറിയാതെ റയൽ മാഡ്രിഡിൽ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ ആകുമ്പോൾ അങ്ങനെയാണ് അദ്ദേഹം കാര്യങ്ങളെ കൊണ്ടുപോയിരുന്നത്. അവസാനം ഒരു കത്തിക്കലാണ്. ആ കത്തിക്കലിലെല്ലാം അങ്ങോട്ട് കയ്യിലിരിക്കും. അതാണ് ആഞ്ചലോട്ടിയുടെ രീതി. അവസാനത്തെ കുതിപ്പിനായിട്ട് ഊർജ്ജം മുഴുവനും സംഭരിക്കുന്ന രീതി. അതുപോലെയാണ് ഇവിടെയും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് UL റിപ്പോർട്ട് ചെയ്യുന്നു. PVC അത് വ്യക്തമായിട്ട് അനലൈസ് ചെയ്യുന്നു. നമുക്ക് കാര്യങ്ങളൊന്ന് നോക്കാം. UL റിപ്പോർട്ട് പറയുന്നത്, ഇറ്റാലിയൻ കോച്ച് വിശ്വസിക്കുന്നത് വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനൽ മുതലുള്ള ഫേസിലാണ് ബ്രസീൽ ടീം ശക്തമായിട്ട് പരീക്ഷിക്കപ്പെടാൻ പോകുന്നത്. അവിടെയാണ് യഥാർത്ഥ പരീക്ഷണം കിടക്കുന്നത്. ഈ ഒരു ടോൺ ഓഫ് കോൺവെർസേഷനാണ് ആഞ്ചലോട്ടി പ്ലേയേഴ്സിനോടൊക്കെ ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ക്യാമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ടീം ഇപ്പോഴും ഫുള്ളി സെറ്റല്ല, അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള ആ ഒരു ലൈനപ്പ് ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും എന്തിനാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ വാൻഡലി ലക്സംബർഗൊക്കെ അത് ചോദിക്കുന്നത് കണ്ടു, മുൻ ബ്രസീലിയൻ കോച്ച്, അവിടുത്തെ ലെജൻഡറി കോച്ചാണ്. ഇപ്പോഴും ആഞ്ചലോട്ടി എന്തുകൊണ്ടാണ് ഒരു കൃത്യമായ ഒരു 11 സെറ്റ് ചെയ്യാതെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയാണിത്. ഇപ്പോഴത്തെ കാര്യങ്ങൾ അദ്ദേഹം അത്രയധികം കൺസേൺഡ് അല്ല. അപ്പം ഇറ്റാലിയൻ കോച്ചിനോടൊപ്പം റയൽ മാഡ്രിഡിൽ കാലം സ്പെൻഡ് ചെയ്തവർക്ക്, അല്ലെങ്കിൽ റയലിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്തവർക്ക് അറിയാം ഇതാണ് അദ്ദേഹത്തിൻ്റെ രീതി. അത് തന്നെയാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. അതുപോലെ ഇവിടെയും ആ കിരീടം കയ്യിലിരിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും മൊറോക്കോക്കെതിരെയുള്ള ഫസ്റ്റ് മത്സരം, ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരം, തുടക്കവും ഗംഭീരമാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ അതിൽ ഇപ്പോൾ ലൈനപ്പുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് RB പൊസിഷനിൽ ഡാനിലോ ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹെഡ് ഓഫ് ഇബാനസാണ് കഴിഞ്ഞ കളി നന്നായിട്ട് കളിച്ചിരുന്നു. പക്ഷേ ഡാനിലോ അവിടെ ആ പൊസിഷനിൽ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അലക്സാൻഡ്രോ ഡഗ്ലസ് സാൻഡോസിനേക്കാൾ കൂടുതൽ പരിഗണന അലക്സാൻഡ്രോക്കാണ് മൊറോക്കോക്കെതിരെ ലെഫ്റ്റ് വിങ് ബാക്ക് പൊസിഷനിൽ എന്നും റിപ്പോർട്ടുണ്ട്. ലൂക്കാസ് പക്വേറ്റ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻട്രിക്കല്ല, മറിച്ച് മാത്യൂസ് കുഞ്ഞ സ്റ്റാർട്ട് ചെയ്യും നമ്പർ 9 ഓവർ ഈഗോർ തിയാഗോ. എൻട്രിക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് റോൾ കിട്ടാനേ സാധ്യതയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ മൊറോക്കോക്കെതിരെയുള്ള ബ്രസീലിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ആലീസൺ, ഡാനിലോ, മാർക്കിനോസ്, ഗബ്രിയൽ മെഗല്ലസ്, അലക്സാൻഡ്രോ, ദെൻ കാസമിറോ, ബ്രൂണോ ഗുയിമാരസ്, ലൂക്കാസ് പക്വേറ്റ, റാഫിഞ്ഞ, വിനി ജൂനിയർ, മാത്യസ് കുഞ്ഞ. ഏതായാലും ബ്രസീൽ മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ആഞ്ചലോട്ടി മാജിക്ക് റയലിൽ കണ്ടുപോലെ ഇവിടെയും കാണുമോ? ജസ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോസ് എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.